ഇതാണ് എൻ്റെ മാതാശ്രീ. അങ്ങനെ ഞാൻ പിൻട്രസ്റ്റ് ചെയ്തൊക്കെ കുറച്ച് ഡിസൈൻസ് ഒക്കെ ഗുഡ് മോർണിംഗ്. എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഞാനിപ്പോൾ എൻ്റെ നാട്ടിലാണ്, കൊല്ലം കരുനാഗപ്പള്ളി. ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ സ്ഥലം, എൻ്റെ വീട്. ഞാനിങ്ങോട്ട് വന്നിട്ടിപ്പോൾ എനിക്കൊന്ന് ഞാൻ ഏപ്രിലാണ് ഞാൻ ലാസ്റ്റ് വന്നത്. നമ്മുടെ കുടുംബക്ഷേത്രത്തിലൊരു ഉത്സവം വന്നപ്പോഴാണ് ഞാൻ വന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 5 months ആയിട്ടുണ്ട് ഞാൻ വീണ്ടും വന്നിട്ട്. സത്യം പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം നാട്ടിലൊക്കെ വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഫീലാണല്ലേ, പ്രത്യേക സന്തോഷവും ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറാണ്. ഒരു അടിപൊളിയാണ്, എന്നൊരു പ്രത്യേക ഒരു ഹാപ്പിനെസ്സാണ് നാട്ടിൽ വരുമ്പോൾ. അപ്പോൾ ഗായ്സ്, എൻ്റെ കോലക്കെട്ട നിങ്ങൾ വിചാരിക്കും ഞാൻ ഇപ്പോൾ സമയം 11 മണിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്നാണ് നാട്ടിലേക്ക് വന്നത് കൊച്ചിയിൽ നിന്നും. ഇന്ന് രാവിലെ ഞാൻ ഉറക്കമായിരുന്നു. ഇപ്പോൾ 11 മണിയായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നല്ല ഉറക്കമായിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ലൈഫിൽ ഇത്രയും ലോങ് ട്രാവൽ, അതും ബസ്സിൽ ഞാൻ ട്രാവൽ ചെയ്യുന്നത്. ബസ്സിൽ എനിക്ക് ട്രാവൽ ചെയ്യാൻ തീരെ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ്. എനിക്ക് ട്രെയിനാണ് കൂടുതലും കംഫർട്ടബിളും. പക്ഷേ ബസ്സിനോട് ഞാൻ വല്ലാതെ യോജിക്കില്ല. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചുള്ള എനിക്ക് ട്രെയിനകത്ത് ടിക്കറ്റ് സമയത്ത് എനിക്ക് കിട്ടിയതുമില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചത് ബസ് നോക്കാമെന്ന് വെച്ച് ഓൺലൈൻ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ബസ്സിൻ്റെ ടൈം വന്നത് രാവിലെ 3 മണിക്കാണ് എനിക്ക് ബസ് വന്നത്. ഇന്നലെ എനിക്കൊരു ഷൂട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിടന്നപ്പോഴത്തേക്കും ഒരു 12:30 12:30 കിടന്നിട്ട് 2 മണിയായപ്പോൾ എണീറ്റു, പെട്ടെന്ന് ഫ്രഷായി. പിന്നെ രാത്രിയൊക്കെ ആയിട്ട് മേക്കപ്പ് ഒന്നും ചെയ്യണ്ടല്ലോ, പെട്ടെന്നൊക്കെ റെഡിയായിട്ട് 3 മണിയായപ്പോൾ ബസ്സിൽ കയറിയതാണ്. അപ്പം 2 മണിക്കൂറുണ്ടെങ്കിലും ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, തിരിഞ്ഞും മറിഞ്ഞും കിടക്കായിരുന്നു. അഥവാ ഉറങ്ങി പോവുമോ എന്നൊക്കെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, എഴുന്നേക്കുമോ എന്നൊക്കെ. അതുകൊണ്ട് ഉറക്കം ശരിയായില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിച്ച് ബോറടിപ്പിക്കുന്നുണ്ടോ? ഞാൻ ഉറക്കത്തിൽ നിന്നിട്ടുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാനിങ്ങനെ ഇരുന്നങ്ങ് സംസാരിക്കുന്നത്. ഇത് കണ്ട് നോക്കണ്ട കേട്ടോ. ഞാനിപ്പോൾ ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചപ്പാത്തിയും കടലക്കറിയും അമ്മ ഉണ്ടാക്കിയത്. അത് കഴിച്ചതിൻ്റെ പിന്നെ മുഖം കഴിയപ്പോഴെൻ്റെ വെള്ളം വീണയാണെന്ന് തോന്നുന്നു. എന്തോ എങ്ങനെയാണെന്നും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ന് തന്നെ അങ്ങ് തിരിച്ചു പോവാം കേട്ടോ. ഞാൻ ആക്ച്വലി അമ്മയെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് അമ്മ കുറച്ച് ദിവസം നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ വീടൊക്കെ ക്ലീൻ ചെയ്തെല്ലാം വെച്ചു. ഇനി നമ്മൾ ഒരുമിച്ച് എറണാകുളം പോവുക. അമ്മ മിക്കപ്പോഴും ഒറ്റയ്ക്ക് വരാറൊക്കെ ഉണ്ട്. പക്ഷേ ഈ തവണ എന്താണെന്നറിയത്തില്ല, അമ്മയ്ക്ക് ഒറ്റയ്ക്ക് വരാൻ ഭയങ്കര മടി. അങ്ങനെ എന്നെ വിളിച്ചു വരുത്തിയതാണ്. അങ്ങനെ നമ്മൾ ഇന്ന് തന്നെ തിരിച്ചു പോവും. ഇവിടെ വന്നപ്പോഴത്തേക്ക് ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നാട്ടിൽ വന്നൊന്ന് സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ചെയ്യാറില്ല കേട്ടോ. ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കും, പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. അടുത്താരെങ്കിലൊക്കെ നെയ്ബേഴ്സൊക്കെ കാണുവാണെങ്കിൽ സംസാരിക്കും. പിന്നെ ഇന്ന് മഴയില്ലെങ്കിൽ എനിക്കൊന്ന് കുടുംബക്ഷേത്രത്തിൽ പോകണമെന്നുണ്ട്. നമുക്കിന്ന് വൈകിട്ട് റിട്ടേൺ 8 മണിയാകുമ്പോഴത്തേക്കും പോകണം. അപ്പോൾ ഇതിനിടയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം ഗൈസ്. പ്രത്യേകിച്ച് എന്തിലോട്ടാവോ എന്ന് എനിക്കറിയത്തില്ല. നമുക്ക് എനിവേസ് നോക്കാം. അതേപോലെ ചെറിയൊരു മഴയും ഇങ്ങനെയൊക്കെ വന്നിട്ട് മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഗൈസ്, വൺസ് അഗെയിൻ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് പ്ലീസ്.
നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അയ്യോ എനിക്ക് വയ്യ, എനിക്ക് ഉറക്കത്തിൽ സംസാരിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, എന്തായാലും ഓക്കെ, നമ്മുടെ ഈ വീട്ടിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറേ ചെടികൾ നിങ്ങൾ കാണും കേട്ടോ. അമ്മയ്ക്ക് ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. ഒരു ലോഡ് ചെടി ഇവിടെ ഉണ്ട്. എന്തായാലും കുറേ ചെടികളിലേക്ക് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് കണ്ടിട്ട് വാ. അപ്പോഴത്തേക്ക് കുറച്ചേരം ഞാൻ ഇങ്ങനെയൊക്കെ ഇരുന്ന് പ്രകൃതിയൊക്കെ കണ്ട് കിളികളുടെ കളകളാരാഗങ്ങളൊക്കെ ഒന്ന് കേട്ട് കുറച്ച് നേരം ഇത് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ ഓക്കെയാണ്. എന്നിട്ട് നമുക്ക് ബാക്കി വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോഴത്തേക്ക് നിങ്ങൾ പോയി അമ്മയുടെ ചെടികളൊക്കെ കണ്ടിട്ട് വാ. ഓക്കെ. ഗൈസ്, ഇതാണ് എൻ്റെ മാതാശ്രീ. അങ്ങനെ അത് പിടിച്ച് വലിച്ചു പൊട്ടിക്കൂ. ഇതാണ് എൻ്റെ മാതാശ്രീ. അങ്ങനെ അത്തപ്പൂ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് പൂക്കൾ പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കി പൂക്കളൊക്കെ പിച്ചാം കേട്ടോ. അഭിനയിച്ച് തകർക്കുക. ഇങ്ങോട്ട് നോക്ക്. അമ്മയുടെ മലയാളം കേട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കമൻറ്റ് ബിലോയെ. ആള് മലയാളിയല്ല, ആള് തനി ബംഗാളി. ചുമ്മാ കേട്ടോ. ആള് മുംബൈക്കാരിയാണ്. കല്യാണം കഴിച്ച് നാട്ടിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ അവസ്ഥയും കൊണ്ട് മലയാളം പഠിച്ചതാണ്. ഗതികേട് കൊണ്ട് മലയാളം പഠിച്ച അവസ്ഥയാണ്. അപ്പോൾ അഭിനയിച്ച് തകർക്കുകയാണ് എൻ്റെ എല്ലാം അമ്മ. ഗൈസ്, ഇതാണ് കേട്ടോ അത്തപ്പൂ. ആക്ച്വലി ഇത്രയാണ് അമ്മ ഇട്ടത്. അപ്പോൾ താഴേക്കൊരു ഭംഗിക്കൊരു സ്റ്റെമ്പ് പോലെ, ഒരു സൺഫ്ലവർ പോലെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനെങ്കിൽ ബാക്കി ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത്. ഗൈസ്, എങ്ങനെയുണ്ട് ഇനി പറയാം കേട്ടോ. അമ്മ ചെയ്ത് ഇത്രയാണോ ഭംഗി, അതോ ഞാനും കൂടെ കുറച്ച് ആഡ് ചെയ്ത് ഇതാണോ ഭംഗി? ഏതാന്ന് കമൻറ്റ് ബിലോ. ഓക്കെ ഗൈസ്, ഭയങ്കര ചൂട്. അയ്യോ, അപാര ചൂടാട്ടോ. കുറച്ച് വീഡിയോസൊക്കെ എടുത്തപ്പോഴത്തേക്ക് ഭയങ്കര ടയേർഡായി. അവസാനം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു. അമ്മ അടുത്തുള്ളൊരു കടയിൽ നിന്ന് പോയി 7up വാങ്ങിക്കൊണ്ട് വന്നു. കുടിക്കട്ടെ, കുറച്ച് കുടിച്ച് ഞാൻ കുറച്ചുകൂടെ കുടിക്കട്ടെ. ഭയങ്കര ചൂട്. ഭയങ്കര ചൂട്. അതിനിടയിൽ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടോ. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 മീൽസാണ് ഗൈസ് ഓർഡർ ചെയ്തത്. ഇത്രയും ക്വാണ്ടിറ്റി, ഇത്രയും 2 ഞങ്ങൾ കഴിക്കുമോ എന്നാണ് സംശയം. ഞാൻ എറണാകുളത്ത് നിന്ന് വാങ്ങിക്കുമ്പോൾ 2 മീൽസൊന്നും ഇത്രയും ക്വാണ്ടിറ്റി ഇത്രയും വലിയ കവറിലൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപാരം. അപ്പോൾ നമുക്ക് ഇനി ഞാനമ്മയും കൂടെ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. ആഹാ, ഇത് പട്ടിയാ. ഓക്കെ. അപ്പം ഞാൻ അമ്മയും കൂടെ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. കാരണം ഇന്ന് ഫുഡ് ഉണ്ടാക്കണ്ടെന്നൊരു പ്ലാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഞങ്ങൾ റിട്ടേൺ പോകും. ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് പോകണം രാത്രിയിൽ. അപ്പോൾ അമ്മയ്ക്ക് ഇവിടുന്ന് എറണാകുളം വരുന്നതിൻ്റെ കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനിടെ ഫുഡൊക്കെ ഉണ്ടാക്കി ആകെ ടയേർഡ് ആവണ്ടായല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്കിന്ന് ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാമെന്ന്. അങ്ങനെ ഞങ്ങൾ മീൽസാണ് ഓർഡർ ചെയ്തത്. വെജ് മീൽസ് തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. കാരണം ഒന്നാമത്തെ കാര്യം, ഞാൻ ഇവിടുത്തെ ഇവിടുന്ന് ഞാൻ മാറി നിന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 5 വർഷത്തോളമായിട്ടുണ്ട് ഞാൻ നാട്ടിൽ നിന്ന് മാറി എറണാകുളം ഷിഫ്റ്റായിട്ട്. അപ്പോൾ എനിക്കിപ്പോൾ അധികം ഒന്നും ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഏതാ നല്ല ഫുഡും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ഇപ്പോൾ ഈ NH പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് എല്ലാ കടകളൊക്കെ പൊളിച്ചു, പുതിയ പുതിയ കടകളൊക്കെ വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ അറിയത്തില്ല ഏത് കടയിലാണ് നല്ല ഫുഡെന്നൊന്നും. അതുകൊണ്ട്
നേരത്തെ അറിയാവുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ, ഇവിടുന്ന് ഭാരത് കഫേ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്. പണ്ട് പപ്പയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ അവിടെ പോയി ഫുഡൊക്കെ കഴിക്കുമായിരുന്നു. അവിടുത്തെ മട്ടൺ സൂപ്പും ബിരിയാണിയൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ അന്നത്തെ ഒരു ഓർമ്മയിലാണ് ഞാൻ ഇപ്പോൾ വാങ്ങിയത്. നല്ലതാണോ എന്നറിയത്തില്ല. എനിവേയ്സ് നമുക്കിത് കഴിക്കാം. വാങ്ങി ഇനി കഴിക്കാം. എന്നിട്ട് ഇനി എന്തോ എനിക്ക് പരിപാടിയൊന്നും അറിയത്തില്ല. നോക്കട്ടെ, നല്ല ടയേർഡാണ്. നോക്കാം. ഓക്കെ, ബൈ. നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ ഗായ്സ്, ഞാൻ കറിവേപ്പില പിച്ചയാണ് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഓഫ് കോഴ്സ് നമ്മളങ്ങനെയാണല്ലോ, നാട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിലൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് എന്തെങ്കിലും പറക്കിക്കൊണ്ടുപോകല്ലോ. ഞാൻ അതിലൊന്നാണ് ഈ കറിവേപ്പില കൊണ്ടുപോകും. പിന്നെ കുറച്ച് കറിവേപ്പിലയും, പിന്നെ ഇപ്പം നമ്മുടെ പച്ച കുരുമുളകിൻ്റെ സീസണും കൂടിയാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം പിടിച്ചിട്ടുണ്ട് തോന്നുന്നു, നോക്കിയിട്ടില്ല ഞാൻ. അമ്മ ഒരുപാട് വേണോ? ഒത്തിരി എടുക്കുന്ന. നമ്മുടെ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്ന കറിവേപ്പില ഞാൻ ഇനി ഏതെങ്കിലും വ്ളോഗിൽ എന്തെങ്കിലും കാണിക്കാം ഞാൻ. അതായിരുന്നെങ്കിൽ ആദ്യം ഒട്ടുണ്ടായിരുന്നില്ല, കിളിക്കാൻ ഭയങ്കര പാടായിരുന്നു. അമ്മ ഇവിടുന്ന് വളർത്തി അത്യാവശ്യം ഇതാക്കിയിട്ടായിരുന്നു, ഹെൽത്തി ആക്കിയിട്ടായിരുന്നു തന്നത്. പക്ഷെ അവിടെ വന്നിട്ട് എന്താ പറ്റിയെന്ന് അറിയത്തില്ല, പുള്ളിക്കാരൻ കിളിച്ചിട്ടില്ല. പുള്ളിക്കാരൻ പെട്ടെന്ന് സ്ഥലം മാറിയോണ്ടായിരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറേ യൂട്യൂബിൽ നോക്കിയപ്പോഴത്തേക്കും നല്ല പുളിച്ച കഞ്ഞിവെള്ളവും അതിനകത്ത് കുറച്ച് വിനീഗറും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലതാണെന്നറിയാം, നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടാവുമെന്ന് കേട്ടു. ഞാൻ അങ്ങനെയാണ് ഈ ഇടയിൽ ചെയ്യുന്നത്. പക്ഷെ നന്നായിട്ട് കിളിക്കുന്നുണ്ട്. അതേപോലെ ഞാൻ ജിമ്മിൽ പോകുന്നുണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം മുട്ട തീറ്റിയുണ്ട്. അതുകൊണ്ട് അതിൻ്റെ തോടൊക്കെ കാണുമല്ലോ മുട്ടയുടെ. അപ്പോൾ അതും ഞാൻ എടുത്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് ക്രഷ് ചെയ്തിട്ട് എപ്പോഴും കറിവേപ്പിലയുടെ ആ ചുവട്ടിലിട്ട് കൊടുക്കാറുണ്ട്, പ്രോട്ടീൻ. അപ്പം ഇത് രണ്ടും ഇട്ടപ്പോഴത്തേക്ക് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ, കറിവേപ്പില കിളിക്ക്. ഇഫ് നിങ്ങൾ അങ്ങനെ ആരെങ്കിലും വീട്ടിൽ ചെയ്യുന്നുണ്ടെങ്കിൽ വൺസ് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സി എന്ത് ഫ്രഷാണല്ലേ ഗൈസ്. അങ്ങനെ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്.